ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ വിഷയം പിഡിലാന്തസ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. ചെടികളിലേക്ക് വെള്ളത്തുള്ളികൾ വീഴുമ്പോൾ അതിനൊരു ഉണർവുണ്ടാവും. അത് കാണാൻ നല്ല ഭംഗിയാണ്. തുടർന്നുള്ള ഗാർഡൻ വീഡിയോയ്ക്കായി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായി ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ കൂട്ടുകാരെ. ആദ്യമായി കാണുന്നത് സിക്സാക് പ്ലാന്റ് ആണ്. ഇതിനെ ഡെവിൾസ് ബാക്ക് ബോൺ എന്നും വിളിക്കുന്നു. തണ്ടുകൾ സിക്സാക് ആകൃതിയിൽ വളരുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇലകൾ അടുക്കി വെച്ച ഏണിപ്പടികൾ പോലെ നമുക്ക് തോന്നിപ്പിക്കും. വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതിയാവും. ഇൻഡോർ പ്ലാന്റായും ഔട്ട്ഡോർ പ്ലാന്റായും വളർത്താം. മണ്ണ് ഉണങ്ങിയാൽ മാത്രം നനച്ചാൽ മതി. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു ചെറിയ കൊമ്പ് മുറിച്ച് നട്ടാൽ തന്നെ ഇത് വേഗത്തിൽ വളരും. അതിൽ നിന്ന് വരുന്ന ചെറിയ വൈറ്റ് സൊല്യൂഷൻ ഒന്ന് കയ്യിൽ വല്ലതും പെടുകയാണെങ്കിൽ അലർജി ഉണ്ടാവും. അതിനെ വന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം. പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് മണൽ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ കറുവാപ്പട്ടയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ചെടിയുടെ മുറിഞ്ഞ ഭാഗം ചീഞ്ഞു പോകാതിരിക്കാനും വേര് പെട്ടെന്ന് വരാനും സഹായിക്കും. എനിക്കാണെങ്കിൽ ചെറിയ ഒരു കഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ വൈകിയത്. രണ്ടാമതായി കാണിക്കുന്നത് ഡെവിൾസ് ബാക്ക് ബോണിൻ്റെ ഒരു വേരിഗേറ്റഡായ ഒരു പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം, അതായത് സയൻറ്റിഫിക് നെയിം വന്നിട്ട് പിഡിലാന്തസ് ടൈറ്റിമലോയിഡ്സ് എന്നാണ്. കളിൽ വെള്ളയോ ക്രീം നിറമോ കലർന്ന പാടുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ വേരിഗേറ്റഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൂന്നാമതായി കാണുന്നത് വന്ന് യൂഫോർബിയ ഇനത്തിൽപ്പെട്ട ഒരു സിക്സാക് പ്ലാന്റ് ആണ് ഇത്. പിന്നെ ഇതിനെ റെഡ് ബേർഡ് കാഞ്ചസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ വെളുപ്പും പച്ചയും കലർന്ന ഇലകളാണ് ഇതിന്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇലകളുടെ വശങ്ങളിൽ ഒരു റോസ് നിറം പടരുന്നത് കാണാം. പിങ്ക് കളറിലും റെഡ് കളറിലും ഫ്ലവർ വരുമെന്ന് പറയണേ. ഇതുവരെ എൻ്റെ പ്ലാന്റ്സിന് ഫ്ലവർ വന്നില്ല. ഇതിലുള്ള ആ സൊല്യൂഷൻ വന്നിട്ട് വായിലോ കണ്ണിലോ ഒന്നും പടാൻ പാടില്ല. ചെടി മുറിച്ച ശേഷം കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. തണ്ടുകൾ നല്ല കട്ടിയുള്ളതാണ്. ഇതിൽ ജലാംശം കൂടുതൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നനച്ചില്ലെങ്കിലും ചെടി വാടിപ്പോകില്ല. നാലാമതായി യൂഫോർബിയേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഡെവിൾസ് ബാക്ക് ബോൺ എന്നാണ് ഇതിനെയും പറയുന്നതിന്. നേരെ മുകളിലേറ്റ് വളരുന്ന പച്ച നിറത്തിലുള്ള തണ്ടുകളാണ് ഇതിനുള്ളത്. ഇളം പച്ച നിറത്തിലുള്ള മിനുസമാർന്ന ഇലകളാണ് ഇതിനുള്ളത്. സാധാരണ ഇലകളിൽ കാണുന്ന ഇലഞ്ഞെട്ടുകൾ ഇവയ്ക്കില്ല. അതിനാൽ ഇലകൾ നേരിട്ട് തണ്ടുമായി ഒട്ടി നിൽക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ലാസ്റ്റ് പ്ലാന്റ്സ് ആയ ഇത് വന്നിട്ട് കേളി പിങ്ക് പ്ലാന്റ്സ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചുരുണ്ടതും അരികുകളിൽ പിങ്ക് നിറങ്ങളോട് കൂടിയതുമായ ഇലകളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല വെളിച്ചം ലഭിക്കുമ്പോഴും ഇലകളിൽ ഈ പിങ്ക് നിറം കൂടുതൽ തെളിഞ്ഞു വരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.